കോട്ടയത്തെ നവജാത ശിശു വിൽപ്പന കേസിലെ പ്രതികൾ അസം സ്വദേശിനിയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്ത്. കുട്ടിയെ വിൽക്കുന്നുണ്ടോ എന്ന പ്രതികളുടെ ചോദ്യത്തിന് ഇല്ലെന്ന് അസം സ്വദേശിനി മറുപടി നൽകി. കുട്ടിയെ വിറ്റാൽ 2 ലക്ഷം രൂപ തരാമെന്നും വാട്സ്ആപ്പ് ചാറ്റിൽ പറയുന്നുണ്ട്. സ്കാനിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെ കണ്ടതിന് ശേഷമാണ് പ്രതികൾ ഗർഭിണികളെ കേരളത്തിൽ എത്തിക്കുന്നത്. അഖിൽ കെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. അഖിൽ കെ, ഇതിപ്പോൾ അസം സ്വദേശിനി നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വലിയ റാക്കറ്റിലേക്കുള്ള അന്വേഷണം പോലീസിനെ എത്തിക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ നിരവധി ദമ്പതികളിൽ നിന്ന് ഇവർ പണം മുൻകൂറായി വാങ്ങിയതിനു ശേഷമായിരിക്കാം ഈ നാട്ടിലെത്തിക്കുന്ന അന്യസംസ്ഥാന സ്ത്രീകൾക്ക് പണം നൽകിക്കൊണ്ട് അവരുടെ കുട്ടികളെ വാങ്ങുന്നത്. ഈ റാക്കറ്റ് എത്ര കാലമായി പ്രവർത്തിക്കുന്നുണ്ട്? ഇവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്? എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു? ആര്യ, ഈ കേസിൽ വളരെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പണം നൽകാമെന്ന് ഓഫർ ചെയ്യുന്നതിന്റെ കൃത്യമായ സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാറ്റുകളാണ് എന്നുള്ളതാണ്. അത് ഈ പ്രതികൾ ഈ അസം സ്വദേശിനി 22 വയസ്സുകാരിയോട് നടത്തിയ കാര്യങ്ങളാണെന്നുള്ളതാണ്. അസം സ്വദേശിനി യുവതിയുടെ ഫോട്ടോ ചോദിക്കുന്നു, സ്കാനിംഗ് റിപ്പോർട്ടുകൾ ചോദിക്കുന്നു, ആധാർ കാർഡ് ചോദിക്കുന്നു. അതായത് സ്കാൻ റിപ്പോർട്ടുകളടക്കം നോക്കി പരിശോധിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഈ വിൽപ്പനയ്ക്കും മറ്റു ചർച്ചകളിലേക്കും പോകുന്നത്. പിന്നീട് 2 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു. യുവതി വേണ്ട, വിൽപ്പനയ്ക്കില്ല എന്ന തരത്തിൽ പറയുകയും ചെയ്യുന്നു. അത് ഈ ട്രെയിനിൽ നിന്നും, അതായത് അസമിൽ നിന്നും ഈ നാട്ടിലേക്ക് വരുന്നതിനിടയിൽ നടന്ന സംഭാഷണങ്ങളാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നു. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നൽകിയ നമ്പർ പ്രകാരം ഇവർ കോൺടാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ചാറ്റുകളിൽ വ്യക്തമായി ഉണ്ട് എന്നുള്ളതാണ്. അതായത് പ്രതികൾ കൃത്യമായി ഈ വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ ഈ നവജാത ശിശുവിന്റെ കച്ചവടത്തിന് വേണ്ടി നടത്തുന്നു എന്നുള്ള കൃത്യമായ തെളിവുകൾ അതിലുണ്ട് എന്നുള്ളതിനാണ് പ്രതികൾ ഇവരുമായി വാട്സ്ആപ്പ് സന്ദേശങ്ങളും ചാറ്റുകളും അയക്കുന്നതിന്റെ കൃത്യമായ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായി തന്നെ ഒരു പദ്ധതി ഉണ്ട്, അല്ലെങ്കിൽ ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാണ്. ഇതിനുവേണ്ടി തന്നെ പ്രത്യേകമായിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള നമ്പറുകൾ തന്നെയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതായ. ഓക്കെ, അഖിൽ കെ ആണ് കോട്ടയത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.